എൻ്റെ അറിവോ സമ്മതവും ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എൻ്റെ പേര് വെച്ചിട്ട് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയില്ലേ, സിനിമ കാണാറുണ്ടോ? ആ മുത്തങ്ങ സംഭവത്തിൽ അതിലൊരു ബഷീർ എന്ന കഥാപാത്രമുണ്ട്. ആ സമയത്ത് കണ്ണൂർ DIG ഓഫീസിൽ ഉള്ള ബഷീർ എന്ന പോലീസുകാരനാണ് ഞാൻ. എൻ്റെ പേര് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സിനിമക്കാർ തരുന്ന കാശിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് പോലീസിൽ നിന്ന് കുറച്ചു കാലം പണിയെടുത്ത് പിന്നെ സിനിമയുടെ മായിക ലോകത്തിൽ പോയ ചില പോലീസുകാരാണ് ഇതിൻ്റെ തിരക്കഥ ഉണ്ടാക്കിയത്. ഇനി എന്താ അറിയണ്ടേ? അല്ല എൻ്റെ അല്ല 30 വർഷത്തെ ഒരുപാട് പരാതിയുണ്ട്. ഇത് കംപ്ലീറ്റ് ഫയല് ഞാൻ പത്രസമ്മേളനം വിളിക്കാം. മുത്തങ്ങ ഇൻസിഡന്റ് നടക്കുമ്പോൾ കണ്ണൂർ DIG ഓഫീസിലുള്ള പോലീസുകാരനാണ് ഞാൻ. എൻ്റെ പേര് ബഷീർ എന്നാണ്. ആ സിനിമയിലൊരു ബഷീർ എന്ന കഥാപാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമ കാണാനല്ല, ഒന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. താങ്കളുടെ നിലവിലുള്ള പരാതി ബഷീർ എന്ന പേര് ഉപയോഗിച്ചതാണോ അതോ 30 വർഷം താങ്കൾ പീഡിപ്പിച്ചതാണോ? എന്താണ് താങ്കളുടെ പരാതി? എന്തിനാണ് താങ്കൾ DGP കാണാൻ വന്നത്? അല്ല എൻ്റെ ID പോലീസ് ID കണ്ണൂർ സിറ്റി കമ്മീഷണർ തന്ന ഒരു ID കാർഡ് ഉണ്ട്. താങ്കൾ വിരമിച്ച ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ID കാർഡ് വരിക? അത് അവരോട് ചോദിച്ചു നോക്കണം. അല്ല ഞാൻ പറഞ്ഞില്ലേ 30 വർഷം പോലീസിലുണ്ടാവുമ്പോൾ വരും വരായികൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനൊന്ന് എടുത്തോട്ടെ, ഒന്ന് ക്യാമറ ഒന്ന് മാറ്റൂ. എൻ്റെ ID കാർഡ് അവർ വാങ്ങിച്ചു പോയി. അതിരിക്കുന്ന ഒരു പെൻഷനേഴ്സിന്റെ ID കാർഡാണ് ഇരിക്കുന്നത്. പിന്നെ താങ്കളുടെ മീഡിയയുടെ ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ വ്യാജമായിട്ട്? പിന്നെ താങ്കൾ ഏത് മീഡിയ? ഗൾഫിലുള്ളതാണ്. മീഡിയയുടെ ഓൺലൈൻ മീഡിയ. എന്തായിരുന്നു പരാതി? 30 വർഷം കാക്കിയിട്ട് എന്നെ പീഡിപ്പിച്ച ആ ഒരു പരാതിയാണ്. എവിടെയാ ജോലി ചെയ്തിരുന്നത് നേരത്തെ? കണ്ണൂർ DIG ഓഫീസിൽ. എന്താണ് താങ്കൾ പീഡിപ്പിച്ചത്? ഞാൻ ഒരു ചായ കഴിച്ചോട്ടെ, ഞാൻ കണ്ണൂരിൽ നിന്ന് ഓടി വരുന്നതല്ലേ. ഓക്കെ, ഞാൻ പത്രത്തിൽ ശരി ഒരു താല്പര്യമില്ല, നമുക്ക് എന്തിനാണ് ഒഴിവാക്കണം.